വൃക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കൊല്ലാക്കൊല പരിസ്ഥിതി ദിനത്തിൽ ചർച്ചയാക്കി കണ്ണൂരിലെ മാർക്ക് പ്രവർത്തകർ. കണ്ണൂർ നഗരത്തിൽ വൃക്ഷങ്ങളിൽ അടിച്ച ആണികളും കമ്പിയും നീക്കം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് മാർക്ക് പ്രവർത്തകരുടേതെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA പറഞ്ഞു. നല്ലൊരു തടിച്ചൊരു കയറാണ് ഈ മരത്തിൻ്റെ മുകളിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്നത്. ആ കയറിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ആ മരത്തിന് ചുറ്റും അതിൻ്റെ റിങ്ങുകൾ വളയം പ്രാപിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മരം വലുതാവുന്നതിനോട് കൂടി തന്നെ ആ കയറുകൾ മരത്തിനുള്ളിലേക്ക് ആഴ്ന്നു പോവുകയും പിന്നീട് ആ മരം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് ഉണ്ടാവുക. പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന തിരക്ക് നമ്മൾ കണ്ടതാണ്. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കണ്ണൂരിലെ മാർക്ക് പ്രവർത്തകർ. കണ്ണൂർ ടൗൺ സ്ക്വയർ പരിസരത്തെ വൃക്ഷങ്ങളുടെ സങ്കടം അതികഠിനമാണ്. കുരിശിൽ തറച്ചതുപോലെയാണ് ഇവിടെ മരങ്ങൾ. ഇവിടുത്തെ മരങ്ങളിൽ നിന്ന് മാർക്ക് പ്രവർത്തകർ പൊരിച്ചെടുത്തത് നിരവധി ആണികൾ, കമ്പിയും കയറും നിരവധി. പരിസ്ഥിതി സംരക്ഷണം തൈനടൽ മാത്രമല്ലെന്ന് സമൂഹത്തോട് പറയുകയാണ് ഇതിലൂടെ ചെയ്തതെന്ന് മാർക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ മഹേഷ് ദാസ്. നാട്ടിൽ പ്രത്യേകിച്ച് കണ്ണൂർ ടൗണിൽ നഗരവീതിയിലുള്ള മരങ്ങളിൽ പരസ്യത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് സാംസ്കാരിക സംഘടനയൊക്കെ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ബാനറുകളും ബോർഡുകളും ഒക്കെ ചെയ്യുന്ന സമയത്തും ആണികളടിച്ചും അതുപോലെ തന്നെ ലോഹക്കമ്പികൾ കൊണ്ടും കയറുകൾ കൊണ്ടും ഈ മരത്തെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി കഴിഞ്ഞാൽ ഈ ആണി പൊരിച്ചു മാറ്റാനോ അതുപോലെ തന്നെ ഈ മരത്തിൽ നിന്ന് ലോഹക്കമ്പികൾ അഴിച്ചു മാറ്റാനോ ഇവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ മരങ്ങൾക്ക് വലിയ ദോഷങ്ങളുണ്ടാകുന്നുണ്ട്. പല ഭാഗത്തും ഉണങ്ങിപ്പോകുന്ന ഒരു വിഷയമുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ കണ്ണൂർ നഗരത്തിലെ മരങ്ങളിലൊക്കെയുള്ള അടിച്ചിട്ടുള്ള ആണികൾ പൊരിച്ചു മാറ്റാനും അതുപോലെ തന്നെ ലോഹക്കമ്പികൾ കൊണ്ടുള്ള കെട്ടുകൾ, കയറിനെ കൊണ്ടുള്ള കെട്ടുകളൊക്കെ അഴിച്ചു മാറ്റി മരത്തെ സ്വതന്ത്രമായി വളരാനും വേണ്ടി അനുവദിക്കുക എന്ന ഒരു ആശയമാണ് മാർക്ക് നൽകുന്നത്. ആണി അടിച്ചു കയറ്റി വൃക്ഷങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നതെന്നും ഇത് പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും മാർക്ക് പ്രവർത്തകർ പറഞ്ഞു. കൃത്യമായിട്ട് അതിൻ്റെ വളർച്ചകൾ ബാധിക്കും. നമ്മൾ ചെറിയൊരു ആണി മതി ആ മരത്തിനെ നശിപ്പിക്കാം. നമ്മൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രകൃതി ഈ ഒരു ദിനമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു വൃക്ഷത്തൈ നടുകയും അങ്ങനെയുള്ള രീതികളാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇത് നമ്മൾ മാർക്ക് എന്നുള്ള സംഘടന ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഉള്ള മരങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബാനറുകളോ എന്തും കെട്ടാം. പക്ഷേ ആ അഴിച്ചു കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ഈ കമ്പികളും ആണികളും പിന്നെ കയറുകളും അഴിച്ചു മാറണം എന്നാണ് നമുക്ക് മാർക്ക് എന്ന സംഘടനയിലൂടെ ജനങ്ങളിലേക്ക് അറിയിക്കാനുള്ളത്. നമുക്കിതൊരു 4ഓളം മരത്തിൽ നിന്ന് കിട്ടിയ ആണികളാണിത്. അപ്പോൾ എന്നും മരങ്ങളിൽ കുറേ ആണികളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെല്ലാവരും കൂടി ടീമുമായി പോയിട്ട് മൊത്തം കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ പരിസ്ഥിതി ദിനത്തിലും പൊതുസ്ഥലങ്ങളിൽ തൈകൾ നടും. ഒരു പരിസ്ഥിതി ദിനത്തിൽ നട്ട നെല്ലിത്തൈയാണിത്. ഇത് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ നിറയെ കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറയുകയാണ്. വൃക്ഷത്തൈ നശിക്കാതെ സൂക്ഷിക്കാൻ കെട്ടിയ കമ്പിവല ബോട്ടിൽ ബൂത്തായി മാറ്റുമ്പോൾ എന്ത് പരിസ്ഥിതി സംരക്ഷണം എന്ന് ഡോക്ടർ സുഷമ പ്രഭു. ഇത് ഇപ്പം നമ്മുടെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് കാണിക്കുന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ബോട്ടിൽ ബൂത്ത്സ് ഉണ്ട്. പക്ഷേ അതുവരെ എത്തിക്കാനുള്ള ഒരു സാവകാശം ജനങ്ങൾക്കില്ല. കിട്ടിയെടുത്ത് കൊണ്ട് ഇടുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ മരത്തിന് ചുറ്റും ഒരു കമ്പിവേലി കെട്ടിയതിനകത്താണ് ബോട്ടിൽസ് ഇട്ടിരിക്കുന്നത്. അത് ഒരാൾ ഇട്ടാൽ ബാക്കി എല്ലാവരും ഫോളോ ദ ലീഡർ പോലെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ഇടുന്ന ആൾ ശ്രദ്ധിക്കാതെ ഇരിക്കുക. അല്ലാണ്ട് നമ്മൾ എങ്ങനെ പരിസ്ഥിതിനെ സംരക്ഷിക്കാൻ പോകുന്നത്? എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ബോട്ടിൽ ബൂത്ത്സ് എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിതസേന ബോട്ടിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരു സ്വഭാവമാണ് നമ്മുടെ ജനങ്ങൾക്ക്. പൊതുജനങ്ങൾ ഇത് മാറ്റാണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മരങ്ങളിലെ ആണിയും കമ്പിയും അടക്കം നീക്കം ചെയ്ത മാർക്ക് പ്രവർത്തകരെ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA അഭിനന്ദിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ യഥാർത്ഥ സന്ദേശമാണ് മാർക്ക് പ്രവർത്തകർ നൽകിയതെന്നും MLA പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചാൽ മാത്രം പോരാ, അത് സംരക്ഷിക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകണം. ഉള്ള മരങ്ങളെ സംരക്ഷിച്ചു വേണം പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ. ഈ സന്ദേശമാണ് മാർക്ക് പ്രവർത്തകർ ജനങ്ങൾക്ക് നൽകിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻമാരായ ബിജു അഴീക്കോടിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.